യുദ്ധാനന്തര പുനർനിർമ്മാണമാണ് ഇറാനും ഇസ്രായേലും ഇനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ നാശനഷ്ടം ഇരു രാജ്യങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞു. പുനർനിർമ്മാണം, തൊഴിൽ മേഖല, അതോടൊപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇറാനും ഇസ്രായേലും ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ 32,975 കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർന്നുവെന്നാണ് ഇസ്രായേൽ സെൻട്രൽ ബാങ്കിന്റെ കണക്ക്. ആകെ നാശനഷ്ടത്തിന്റെ കണക്ക് $6 ബില്യൺ. രാജ്യത്തെ GDPയുടെ ഏതാണ്ട് 1%. സ്വന്തം രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട ഈ കണക്കിനേക്കാൾ എത്രയോ അധികമാകും ആകെ നാശനഷ്ടമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ വിലയിരുത്തൽ. $12 ബില്യൺ നാശനഷ്ടമുണ്ടായെന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട്. പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ $10 ബില്യൺ നാശനഷ്ടമെന്നാണ് ഇറാനിലെ ശരാശരി കണക്ക്. ഇതിനേക്കാളെല്ലാം എത്രയോ ഇരട്ടിയാകും യഥാർത്ഥ നാശനഷ്ടം. 500ഓളം മരണവും 3500-ലധികം പേർക്കേറ്റ പരിക്കും വേറെയുമുണ്ട്. ആണവ കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടം കണക്കുകൂട്ടാവുന്നതിലും അപ്പുറമാകും. എല്ലാ യുദ്ധത്തിന് ശേഷവും ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ട് അതിനെല്ലാം റീകൺസ്ട്രക്ഷൻ വേണം. അപ്പം വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലാകും. അതാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ മാർഷൽ പ്ലാനൊക്കെ വന്നേക്കുന്നതിന് ശേഷം അത് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണത്. ഇപ്പോൾ കുവൈറ്റ് വാറിന് ശേഷമാണെങ്കിലും നമുക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ US-ൻ്റെ ആണെങ്കിലും UK-യുടെ ആണെങ്കിലും കമ്പനികൾ നേരിട്ട് ഇടപെട്ടിട്ട് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ, അതായത് നശിപ്പിച്ചതിന് ശേഷം വീണ്ടും പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം നിക്ഷേപങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ യുദ്ധത്തിന് ശേഷം പെട്ടെന്നൊരു സാമ്പത്തിക വളർച്ചയാണ് കാണാൻ പറ്റും നമുക്ക്. യുദ്ധം ആരംഭിച്ച നാളുകളിൽ ഇന്ധന വിലവർധനയും സ്വർണ്ണവിലയിലെ കുതിപ്പുമായിരുന്നു ലോകം നേരിട്ട ആദ്യ വെല്ലുവിളി. ഇന്ത്യയും ചൈനയും ഇന്തോനേഷ്യയും അടക്കമുള്ള തെക്കുകിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഗൾഫിൽ നിന്നുമുള്ള ഇന്ധന നീക്കം നിലയ്ക്കുമോ എന്നതായിരുന്നു ആശങ്ക. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് യാത്രയും ചരക്ക് നീക്കവും പ്രതിസന്ധിയിലാക്കി. ആക്രമണം നീണ്ടുനിന്നാൽ അവശ്യവസ്തുക്കളുടെ വിലവർധനയിലേക്ക് വരെ പശ്ചിമേഷ്യ നീങ്ങുമെന്ന ആശങ്കയും ശക്തമായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ നീക്കം, ചരക്ക് നീക്കം കുറയും, അല്ലെങ്കിൽ അവർക്ക് ബാധിക്കും. കാര്യം ലോകത്തിൻ്റെ 20% എണ്ണ നീങ്ങുന്നത് അവിടുന്ന് കൂടെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ പ്രാധാന്യം നമുക്കുണ്ട്. കാര്യം 47%, ഇന്ത്യയുടെ 47% എണ്ണ വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടെയാണ്. ഇറാനിൽ അകപ്പെട്ടുപോയ പ്രവാസികളിൽ പലരും ഭാഗ്യം കൊണ്ടാണ് നാട്ടിലും ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും തിരിച്ചെത്തിയത്. ഓപ്പറേഷൻ സിന്ധുവിലൂടെ യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചെത്തിയവർക്ക് ഇനി എന്ന് തിരിച്ചു പോകാനാകുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. വിനോദയാത്രയ്ക്ക് പോയി ഇറാനിൽ അകപ്പെട്ടു പോയവരുമുണ്ട്. യുദ്ധത്തിന് തൊട്ടു മുൻപ് അവിടെ നിന്നും തിരിച്ചെത്തിയവർക്ക് ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല. ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് വളരെയധികം വേദനയോടുകൂടിയാണ് ആ നാട്ടിൽ അരങ്ങേറിയ യുദ്ധത്തെ നോക്കിക്കണ്ടത്. യുദ്ധം ആത്യന്തികമായി ബാധിക്കുക സാധാരണക്കാരായ ജനങ്ങളെയാണ്. കഴിഞ്ഞ ദിവസങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇറാനിൽ കൊല്ലപ്പെട്ട ആളുകൾ ബഹുഭൂരിഭാഗവും സാധാരണക്കാരായ ആളുകളാണ് എന്നുള്ളത് ഏതൊരു നാട്ടിൽ യുദ്ധം നടന്നു കഴിഞ്ഞാലും സാധാരണക്കാർക്കാണ് ആ യുദ്ധം, അവരെയാണത് ബാധിക്കുന്നത്. 10,000-കണക്കിന് പ്രവാസികളാണ് യുദ്ധനാളുകളിൽ ഇതുപോലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. ഖത്തറിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണത്തോടെ ഗൾഫിലെ വ്യോമപാത നിശ്ചലമായി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ വ്യോമപാത തുറന്നു. 24 മണിക്കൂറിനുള്ളിൽ വ്യോമഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പ്രശ്നം പരിഹരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ എത്ര വേഗത്തിലാണ് പ്രവർത്തിച്ചതെന്ന് അത്ഭുതം തോന്നാം. അതാണ് ഗൾഫിലെ വികസനത്തിന്റെയും വിജയത്തിന്റെയും വേഗവും കാരണവും. എയർ സ്പേസ് അടച്ചത് ഒരു പ്രിക്കോഷണറി മെഷറായിരുന്നു. കാരണം എയർ സ്പേസ് അടച്ചതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഒരു അറ്റാക്ക് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ എയർ സ്പേസ് സെക്യൂർ ചെയ്യേണ്ടിയിട്ടാണത്. മറ്റ് അതായത് യുദ്ധവിമാനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കേണ്ടിയിട്ട് മാത്രം ചെയ്തതാണത്. അത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഭീഷണി മാറുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് UAE സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഏറ്റവും സുരക്ഷിത നിക്ഷേപത്തിന് പറ്റിയ സ്ഥലമാണ്, വളർച്ചയുള്ള സ്ഥലമാണ്. കൂടാതെ ഇക്കോണമിയുടെ വളർച്ച, പ്രത്യേകിച്ച് നോളജ് ഇക്കോണമിയുടെയും മറ്റും വളർച്ച കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ നിക്ഷേപം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കും.
ഇറാനുമായി വലിയ തോതിൽ നേരിട്ട് വ്യാപാരം നടത്തുന്നവരല്ല ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ ഭൂമിശാസ്ത്രപരമായ ഇറാന്റെയും GCC രാജ്യങ്ങളുടെയും സവിശേഷത എവിടെ അശാന്തിയുണ്ടായാലും പരസ്പരം ബാധിക്കുമെന്നതാണ്. ഇതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് 12 ദിവസത്തിന് ശേഷം അത് ക്രമസമാധാനപൂർണമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് വളരെയധികം വിശേഷ മലയാളികൾ കുടിയേറ്റത്തിൻ്റെയും അതേപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളുടെയൊക്കെ ഒരു പാരമ്പര്യമുള്ള നാടുകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം അത് ഈ നാടുകളെ മാത്രമല്ല, അത് ഇന്ത്യക്കാരായ നമ്മളെയും കൂടി വളരെയധികം വേഗതയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. 40 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ള നാടാണ് UAE. ഇതിൽ പകുതിയും മലയാളികൾ. സൗദി അറേബ്യയിൽ 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഒമാനിലും കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലുമെല്ലാമുള്ള പ്രവാസികളിൽ അധികവും ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ഒരു അസ്ഥിരതയുണ്ടായാൽ അത് ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഭാഗ്യവശാൽ ഗൾഫിലെ ഭരണ നേതൃത്വത്തിലുള്ള പുതിയ തലമുറ യുദ്ധത്തിനേക്കാൾ വികസനത്തിനാണ് പരിഗണന നൽകുന്നത്. ഇപ്പോൾ അവരെല്ലാം ലക്ഷ്യമിടുന്നത് സാമ്പത്തിക വളർച്ച മാത്രമാണ്. സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെന്നുണ്ടെങ്കിലും മറ്റിപ്പം അവർക്കൊന്നും ഈ ആയുധ കരാറിൽ അവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയുടെ മറ്റ് ചില പ്രഷർ ടാക്ടിക്സ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവരിപ്പോഴും ലക്ഷ്യമിടുന്നത് സാമ്പത്തിക വളർച്ച മാത്രമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് എല്ലാ നീക്കങ്ങളും. ഒരുപാട് ലിബറലൈസേഷൻ, വിസ നിയമങ്ങളിൽ മാറ്റം വന്നു, ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വന്നു, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർക്ക് നേരിട്ട് അവിടെ നിക്ഷേപിക്കാം, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാം, അങ്ങനെയുള്ള അതായത് അവിടെ സാമ്പത്തിക പുരോഗതി മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ഗൾഫിലേക്ക് ഇന്ത്യയിൽ നിന്നടക്കം ശതകോടീശ്വരന്മാർ താമസവും ബിസിനസ് സാമ്രാജ്യവും മാറ്റുന്നത് ഭരണകർത്താക്കളുടെ ഈ ദീർഘവീക്ഷണം കൊണ്ടാണ്. 9500 ബില്യണേഴ്സാണ് സമീപകാലത്ത് UAE-യിലേക്ക് മാത്രം ചേക്കേറിയത്. താമസിക്കാനും ജോലി ചെയ്യാനും ബിസിനസ്സിനും ഏറ്റവും മികച്ച ഇടം. യുദ്ധാനന്തരം ഗൾഫ് സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടും. അതുകൊണ്ട് തന്നെ 12 ദിവസത്തെ ആശങ്ക ഈ നാടിനെ ഒരു വിധത്തിലും അസ്ഥിരപ്പെടുത്തുന്നില്ല. പ്രവാസികളിൽ ആശങ്കയുടെ ഒരു പൊടിക്കാറ്റ് പോലുമില്ല.